നമസ്കാരം. അപ്പോൾ 1995 മാർച്ച് 10 മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ ശരിക്കൊരു റൊമാൻറ്റിക് ചിത്രമാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം മതപരമായ സംഗതികൾ നിറച്ച, അതായത് മതപരമായ രീതിയിലുള്ള സംഘർഷങ്ങൾ നിറച്ച ഒരു ചിത്രം എന്ന് തന്നെ വേണം പറയാൻ. ബോംബെയിലുണ്ടായ കലാപത്തിനു ശേഷവും മുൻപും എന്ന് തന്നെ വേണം ഈ ഒരു ചിത്രത്തിലെ ഒത്തിരി രംഗങ്ങൾ വളരെ മൂല്യവത്തായ രീതിയിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ചൊരിഞ്ഞെറിയുന്നത്. ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മഹാരാജ്യത്ത് ഹിന്ദു മുസ്ലിങ്ങൾ ഒന്നായി ജീവിക്കുന്ന ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി മാറ്റുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി തീവ്രതയോടുകൂടി മതങ്ങളെ വേർതിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് മണിരത്നത്തിന്റെ ബോംബെ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. എനിക്കിതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചിത്രം തന്നെയാണ്. കാരണം ബോംബെ കലാപവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഈ ഒരു ചിത്രം, അതായത് മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തീർച്ചയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ രംഗങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ഒത്തിരി സങ്കടങ്ങളും സന്തോഷങ്ങളും നിറച്ച ഒത്തിരി രംഗങ്ങൾ ചിത്രീകരിച്ച് ബിഗ് സ്ക്രീനിൽ എത്തിച്ച വളരെ മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ബോംബെ. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മനോഹരമായ സംഗീതത്തിലൂടെ മതങ്ങളെയെല്ലാം ഒന്നാക്കി മാറ്റിയ സംഗീതം എന്ന് തന്നെ വേണം ഈ ഒരു ചിത്രത്തിലെ ബോംബെ എന്ന് പറയുന്ന മണിരത്നത്തിലെ ഈ മാജിക് ചിത്രത്തിലെ ഓരോ പാട്ടുകൾക്കും കൊടുത്തിരിക്കുന്ന സംഗീതം. അതോടൊപ്പം AR റഹ്മാൻ ഒരു മാജിക് തന്നെയാണ്. ശരിക്കും ബോംബെ തീം തീർച്ചയായിട്ടും AR റഹ്മാന്റെ വിരലുകളിൽ നിന്നും അടർന്നു വീണ ഒരു മാജിക് ടൂണാണ്. ആ ഒരു ടൂൺ ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു കാലഘട്ടത്തിലും അതിനപ്പുറത്തേക്കുള്ള കാലഘട്ടത്തിലും ഹൃദയങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാജിക് ടൂൺ തന്നെയാണ്. ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും രണ്ട് മതങ്ങൾ തമ്മിലുണ്ടാവുന്ന തീവ്രമായ ആക്രമണങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ബോംബെ കലാപത്തിനു ശേഷവും അതിനു മുന്നും തീർച്ചയായിട്ടും രണ്ട് മതങ്ങൾ മതങ്ങൾ പരസ്പരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ രംഗങ്ങളും തുറന്നു കാണിച്ചു തന്ന ഒരു ചിത്രമാണ് മണിരത്നത്തിന്റെ ഈ ഒരു വമ്പൻ ഹിറ്റ് ചിത്രമായ ബോംബെ. ഈ ഒരു ചിത്രത്തിൽ പ്രണയത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മ്യൂസിക് കോടാനുകോടി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ഇപ്പോഴും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ പ്രണയങ്ങൾക്കെല്ലാം 100 വോൾട്ടേജിൽ മനോഹരമായ ഒരു ഏകാന്തത, പ്രണയങ്ങൾക്ക് മാത്രം ഏകാന്തത നൽകിയ ഒരു കമ്പോസിംഗ് ആണ് തീർച്ചയായിട്ടും ലെജൻഡായ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മജീഷ്യൻ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ബോംബെ തീം ഇന്റർനെറ്റ് ആയാലും യൂട്യൂബ് ആയാലും ഒത്തിരി മീഡിയകൾ അടക്കി വാഴുന്ന ആ ഒരു ചിത്രത്തിലെ സോങ്ങുകൾ ഒന്നും തന്നെ ഒഴിവാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഓരോ പ്രേക്ഷകരും സ്വീകരിച്ചിരിക്കുന്നതും. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാജീഷ്യൻ ചെയ്തിരിക്കുന്ന കമ്പോസിംഗ്. ഒരു ചിത്രത്തിൽ പ്രണയത്തിന് ഒത്തിരി മൂല്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ഷോട്ടുകളും മനോഹരമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന അരവിന്ദ് സ്വാമിയും അതോടൊപ്പം തന്നെ മനീഷ കൊയ്രാളയും കൂടി ചേർന്നതാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ മെയിൻ തീം പ്രണയത്തിന്റെ ഒരു വാല്യൂ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു വമ്പൻ പ്രണയം തന്നെയാണ്. രണ്ട് മതങ്ങൾ തമ്മിൽ പ്രണയത്തിലൂടെ ഒന്നാവാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിരത്നം എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ മൂല്യത തുറന്നു കാണിച്ചു തന്ന ഒരു ചിത്രം കൂടിയാണ് ബോംബെ എന്ന് പറയുന്ന ഈ ഒരു മനോഹര ചിത്രം. ആ ഒരു ചിത്രത്തിന്റെ ഡയറക്ഷൻ മേക്കിംഗ് ഓരോ രംഗങ്ങളും ത്രസിപ്പിക്കുന്ന രീതിയിലാണ് തിയേറ്ററുകൾ അടക്കി വാണിരുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കൺമുന്നിലൂടെ കണ്ടുപോയ പ്രേക്ഷകർ വീണ്ടും മീഡിയകളിലൂടെയും യൂട്യൂബിലൂടെയും കമന്റ്സുകളുടെ ഒരു അന്താക്ഷരി തന്നെയാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ആ ഒരു തരംഗം ഈ ഒരു ചിത്രത്തിന് ഈ ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകരും ഒരേപോലെ തന്നെ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നതിനുള്ള തെളിവുകൾ മീഡിയകളുടെ അടിസ്ഥാനവത്തായ സത്യം തന്നെയാണ്. അപ്പൊ ബോംബെ മണിരത്നം സംവിധാനം ചെയ്ത AR റഹ്മാൻ, ലെജൻഡായ AR റഹ്മാൻ മ്യൂസിക് ചെയ്ത ഈ ഒരു നല്ല ചിത്രത്തിന്റെ മൂല്യത ഇപ്പോഴും തട്ടിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥാനം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ്സുമായി എത്തുക. I am waiting.